പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ കാണാവുന്നത് ബീച്ച് തന്നെയാണ്. ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള ഈ വഴികളിലൂടെ ഇങ്ങനെ നടക്കുന്നത് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ കാണുന്നതാണ് ചീനവല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ചീനവലകൾ നമുക്ക് കാണാം. ദൂരെയായി ഒരു കപ്പൽ വരുന്നത് കാണാം. ഇതൊരു കപ്പൽ ചാനലാണ്. ഇതിലൂടെയാണ് കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇതിലെ കപ്പലുകൾ പോകുന്നത് കാണാം. ഇതൊരു അത്യാവശ്യം വലിയൊരു കപ്പൽ തന്നെയാണിത്. ഈ ഒരു ഭാഗത്തും ഒരുപാട് ചീനവലകൾ കാണാം. ഇതിലൂടെയുള്ള ഈ റോഡ് ഏകദേശം 1/2 കിലോമീറ്ററോളം വരും. മരങ്ങളും അതിനോടനുബന്ധിച്ച് ഇരിപ്പിടങ്ങളും ഇവിടെയുണ്ട്. ഈ ഒരു മരത്തിൽ നിറയെ പ്രാവുകളാണ്. താഴെയൊക്കെ പ്രാവുകളെ കാണാം. കടലിലേക്ക് നോക്കി ഇങ്ങനെയുള്ള മരങ്ങളുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് തന്നെ അറിയില്ല. അത്രയ്ക്കും മനോഹരമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കുമായിരിക്കും. കടലിൻ്റെ സൈഡിലൂടെയുള്ള ഈ ഒരു ഭാഗം ചെന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് വ്യൂ പോയിൻ്റ്. ഈ ഒരു ഭാഗത്ത് ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരു അടിപൊളി സ്ഥലം കൂടിയാണിത്. ഇതാണ് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഏകദേശം 500 വർഷത്തിലധികമുള്ള ഒരു പള്ളിയാണിത്. 1500-ൽ പോർച്ചുഗീസ് കച്ചവട സംഘത്തിൻ്റെ കൂടെ വന്ന ഫ്രാൻസിസ്കൻ പാതിരിമാർ നിർമ്മിച്ചതാണിത്. തുടക്കത്തിൽ മുഴുവനായും മരം കൊണ്ട് പണിതതായിരുന്നെങ്കിലും 1516-ൽ കല്ലുകൊണ്ട് പണിത് മേൽക്കൂര ഓടിട്ട്
വാസ്കോഡഗാമയുടെ മൃതശരീരം ആദ്യം 1524 അടക്കം ചെയ്തത് ഈ ഒരു പള്ളിയിലായിരുന്നു. 1538 ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അടുത്തത് ബാസ്റ്റിൻ ബംഗ്ലാവാണ്. ഈ ഒരു വഴികളിലെല്ലാം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ കാണാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ തന്നെ നമുക്കിവിടെ കാണാം. ഇതാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. വൈകിട്ട് 4:30 വരെ മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് നെഹ്റു പാർക്ക് കാണാം. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതിൻ്റെ ഉള്ളിലും കുറേ സമയം ചെലവഴിക്കാം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. അടുത്തത് കൊച്ചിൻ വാട്ടർ മെട്രോയാണ്. 2019 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അരമണിക്കൂർ ഇടവിട്ട് ഇവിടെ നിന്നും ബോട്ട് സർവീസുകൾ ഉണ്ട്. എപ്പോഴും നല്ല തിരക്കാണിവിടെ. ഇത് ജങ്കാറാണ്. വൈപ്പിനിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ വരുന്ന ചില ആളുകളൊക്കെ ഇതിലും കയറി യാത്ര ആസ്വദിക്കാറുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.